ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെട്രിക്സിൻ്റെ ഈക്വാളിറ്റി ഓഫ് മെട്രിക്സിൻ്റെ പ്രോബ്ലം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഹോംവർക്ക് ഉണ്ടായിരുന്നു. ആ കണക്കിൻ്റെ ഒരു എയും ബിയുടെ വില നമ്മൾ കണ്ടുപിടിച്ചു. എയുടെയും ബിയുടെയും വില നമ്മൾ കണ്ടുപിടിച്ചു. എയുടെ വില 1 എന്നും ബിയുടെ വില 2 എന്നും കിട്ടി. ഞാൻ സിയുടെ വില കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഹിൻ്റൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സിയും ഡിയും കണ്ടുപിടിച്ചെന്ന് തോന്നുന്നു. നമുക്കിത് വേറൊരു മെത്തേഡ്, അതായത് എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഒരുപാട് മെത്തേഡുണ്ട്. നമുക്കിത് സോൾവ് ചെയ്യുന്ന അടുത്തൊരു മെത്തേഡ് എന്താണ് കോഎഫിഷ്യൻ്റ് ഈക്വൽ ആക്കി നോക്കാം. അപ്പോൾ ആ മെത്തേഡ് കൂടെ ഒന്ന് പഠിച്ചു വയ്ക്കുക. അതിനുവേണ്ടിയാണ് ഞാൻ ഈ പ്രോബ്ലം എഴുതിയിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഈക്വൽ ആക്കാൻ വേണ്ടി ഞാൻ ഇക്വേഷൻ നമ്പർ 4ഉം 3 എഴുതി. അപ്പോൾ നമുക്ക് ഈക്വൽ ആക്കാൻ വേണ്ടി നമുക്ക് ആ ഡിയുടെ കോഎഫിഷ്യൻ്റ് നമുക്ക് നോക്കാം. ഇവിടെ ഈ ഡിയുടെ കോഎഫിഷ്യൻ്റ് നോക്കാം. ഇവിടെ 1 ആണ്. നിങ്ങൾക്ക് ചെയ്ത ആൻസർ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻസർ സിയുടെ വില 4ഉം സിയുടെ വില 3. ഹോംവർക്കായിട്ട് ചെയ്യാൻ പറഞ്ഞതാണ്. സിയുടെ വില 3ഉം ഡിയുടെ വില 4ഉമാണ് ആൻസർ. ചെയ്തെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. നമുക്കല്ലാതെ ഒന്ന് ചെയ്ത് നോക്കാം. വേറൊരു മെത്തേഡോടെ ഞാൻ പറയുകയാണ്. അതിനുവേണ്ടിയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. കോഎഫിഷ്യൻ്റ് ഈക്വൽ ആക്കി നോക്കാം. കോഎഫിഷ്യൻ്റ് ഈക്വൽ ആക്കാൻ വേണ്ടി ഞാൻ ഇക്വേഷൻ നമ്പർ 3 എളുപ്പത്തിൽ ഈക്വൽ ആക്കാൻ വേണ്ടി ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇവിടുത്തെ കോഎഫിഷ്യൻ്റ് ഡിയുടെ കോഎഫിഷ്യൻ്റ് ഈക്വൽ ആവും. അപ്പോൾ ഞാൻ ഇക്വേഷൻ നമ്പർ 3 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആ ഇക്വേഷൻ നമ്പർ 3 എങ്ങനെ മാറും? എല്ലാ ടേമിനെയും നമ്മൾ എന്ത് ചെയ്യണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 5 × 3 15. 15c മൈനസ് 3d ഈക്വൽ ടു 33. അതൊരു പുതിയ ഇക്വേഷനാണ്. ആ ഇക്വേഷന് നമുക്ക് നമ്പർ 5 എന്ന് കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 4ന് അതേപോലെ എഴുതാം. കാരണം ഒന്നും ചെയ്യേണ്ട. 4c മൈനസ് 3d പ്ലസ് 3d ഈക്വൽ ടു 24. നമുക്കെന്ത് ചെയ്യാം? ഇത് ഈക്വൽ ആയിട്ടുള്ള ഒരേപോലെ വരുന്ന കോഎഫിഷ്യൻറ്റുകൾ നമുക്ക് എന്താണ് ഡിലീറ്റ് ചെയ്ത് കളയണം. അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 4 തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒരേ കോഎഫിഷ്യൻ്റ് ഈക്വൽ ആയിട്ടുള്ള ഇതാണ് മൈനസ് 3d അത് ഒഴിവാക്കണം. ഇത് ഒഴിവാക്കാൻ വേണ്ടി നമുക്കിത് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഈ 3d അങ്ങ് ഡിലീറ്റ് ചെയ്ത് പോകും. അപ്പോൾ ഞാൻ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. അതൊക്കെ ഇക്വേഷൻ നമ്പർ 5ഉം ഇക്വേഷൻ നമ്പർ 4ഉം കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ആഡ് ചെയ്യുക, ഓരോ ടൈം വൈസ് ആഡ് ചെയ്യുക. 15c പ്ലസ് 4c എന്ന് പറയുമ്പോൾ 19c എന്ന് വരും. ഇവിടെ 0 ആയി പോവും. ഈക്വൽ ടു അത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 757 എന്ന് വരും. അപ്പോൾ അവിടെ നിന്ന് c ഈക്വൽ ടു 57/19. 57/19 എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 3 ആണ്. 3 എന്ന് കിട്ടും. അത് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ 3 എന്ന് കിട്ടും. സിയുടെ വില 3 എന്ന് കിട്ടും. ഈ സിയുടെ വില 3 എന്ന് കിട്ടുമെങ്കിൽ ഇത് എവിടെയെങ്കിലും കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡി കിട്ടും. നമുക്ക് എളുപ്പത്തിൽ ഇവിടെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 3ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് വാല്യൂ ഇൻ ഇക്വേഷൻ നമ്പർ 3. അപ്പോൾ എന്ത് വരും? 5 × 3 മൈനസ് ഡി ഈക്വൽ ടു 11. 5 × 3 15. 15 മൈനസ് ഡി ഈക്വൽ ടു 11. മൈനസ് ഡി ഈക്വൽ ടു 11 മൈനസ് 15. മൈനസ് ഡി ഈക്വൽ ടു മൈനസ് 4. ഡി ഈക്വൽ ടു 4. വേറൊരു മെത്തേഡ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഡി ഈക്വൽ ടു 4. മറ്റൊരു മെത്തേഡ് ചെയ്താൽ ഇത് തന്നെ കിട്ടും. അപ്പോൾ ഇതെന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഈക്വൽ ആയിട്ടുള്ള സോൾവിങ് മെത്തേഡാണ്. സോൾവ് ചെയ്യുന്ന മെത്തേഡാണ്. മറ്റേത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ കോഎഫിഷ്യൻ്റ് ഈക്വൽ ആക്കിയ ശേഷമുള്ള മെത്തേഡാണ്. രണ്ട് രീതിയിൽ ചെയ്താലും ആൻസർ സെയിം ആയിട്ട് നിങ്ങൾ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഈ മെത്തേഡോടൊന്ന് പഠിച്ചിട്ടേക്കുക. നിങ്ങൾ ആൾറെഡി പഠിച്ച മെത്തേഡ് തന്നെയാണ്. 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് എയുടെ വില കിട്ടി. എയുടെ വില എന്ന് പറയുന്നത് ലാസ്റ്റ് ആൻസർ എഴുതി വയ്ക്കുക. എയുടെ വില 1 ആണ്. ബിയുടെ വില എന്ന് പറയുന്നത് 2 ആണ്. സിയുടെയും ഡിയുടെയും വില സി ഈക്വൽ ടു 4, സി ഈക്വൽ ടു 3, ഡി ഈക്വൽ ടു 4. അപ്പോൾ ഇത്രയാണ് ആ ക്വസ്റ്റ്യൻ്റെ ഹോംവർക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ ചെയ്തു. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ, ഇതിൻ്റെ അടുത്ത് 2-3 ക്വസ്റ്റ്യൻ ഉണ്ട്, അതുകൂടെ ചെയ്യാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എഴുതുക. ഫൈൻഡ് ദി വാല്യൂസ് ഓഫ് എക്സ്, വൈ ആൻഡ് ഇസഡ്. Find the values of x, y and z. Find the values of x, y and z. ചെറിയ അക്ഷരങ്ങളാണ്. Find the values of x, y and z. Find the values of x, y and z from the following equation. എക്സസൈസിലെ 6ാമത്തെ പ്രോബ്ലം നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഫൈൻഡ് ദി വാല്യൂസ് ഓഫ് എക്സ്, വൈ ആൻഡ് ഇസഡ് ഫ്രം ദി ഫോളോയിങ് ഇക്വേഷൻ. Find the values of x, y and z from the following equation.
ക്വസ്റ്റ്യൻ നമ്പർ 1 അത് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. മെട്രിക്സ് 4 3 x 5 equal to y z 1 5. എന്നുള്ള ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫൈൻഡ് ദി വാല്യൂ ഓഫ് എക്സ് വൈ ആൻഡ് ഇസഡ് ഫ്രം ദി ഫോളോയിങ് ഇക്വേഷൻ എന്നായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 1 ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 1 എന്താ? 3 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ നമ്പർ 1 ക്വസ്റ്റ്യൻ ആണ് 4 3 x 5 ഈക്വൽ ടു y z 1 5. നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട വി ഹാവ് എക്സ് ഈക്വൽ ടു ആൻസർ കിട്ടും. എക്സ് ഈക്വൽ ടു എത്രയാണ്? എക്സ് ഈക്വൽ ടു 1, y ഈക്വൽ ടു എന്താ 3, z ഈക്വൽ ടു എത്രയാണ്? സോറി y ഈക്വൽ ടു 3, സോറി y ഈക്വൽ ടു 4, y ഈക്വൽ ടു 4, z ഈക്വൽ ടു 3. പെട്ടെന്ന് ആൻസർ കിട്ടും. പെട്ടെന്ന് നമുക്ക് ഇക്വേറ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ അത് എഴുതി. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ? ഓക്കെ. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 2. ക്വസ്റ്റ്യൻ നമ്പർ 2 മെട്രിക്സ് എക്സ് പ്ലസ് വൈ 2 5 പ്ലസ് ഇസഡ് എക്സ് വൈ equal to 6 2 5 8. അടുത്ത ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പെട്ടെന്ന് എഴുതാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇക്വേറ്റ് ചെയ്താൽ മാത്രം മതി. വേറെ ഒരു ഇതുമില്ലായിരുന്നു. എക്സ് എന്ന് പറയുന്ന 1 ആണ്, വൈ എന്ന് പറയുന്ന 4 ആണ്, ഇസഡ് എന്ന് പറയുന്നത് 3 ആണ്. അവിടെ വേറെ പ്രശ്നമൊന്നുമില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ മെട്രിക്സ് എക്സ് പ്ലസ് വൈ 2 5 പ്ലസ് ഇസഡ് എക്സ് വൈ 6 2 5 8. ഈ രണ്ട് മെട്രിക്സ് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 6 എന്ന് കിട്ടും. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 6 എന്ന് കിട്ടും ഇക്വേറ്റ് ചെയ്യുമ്പോൾ. അടുത്ത 5 പ്ലസ് ഇസഡ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. എക്സ് വൈ ഈക്വൽ ടു 8 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഇസഡിൻ്റെ വില പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഇസഡിൻ്റെ വില വി ഹാവ് പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്ന ഇസഡിൻ്റെയാണ്. അതുകൊണ്ട് എടുത്ത് എഴുതാം. എന്താ 5 പ്ലസ് ഇസഡ് ഈക്വൽ ടു 5 ആണ്. therefore z ഈക്വൽ ടു 5 മൈനസ് 5 ഈക്വൽ ടു എന്ത് 0. ഇസഡിൻ്റെ വില കിട്ടി. ഇനി എക്സിൻ്റെയും വൈയുടെയും വില കണ്ടുപിടിക്കണം. എക്സിൻ്റെയും വൈയുടെയും വില കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്നും ഫസ്റ്റ് ഇക്വേഷനിൽ എക്സ് ഈക്വൽ ടു എന്തായിരിക്കും? അപ്പം അല്ലെങ്കിൽ വൈ ഈക്വൽ ടു എന്താ? ഫസ്റ്റ് ഇക്വേഷനിൽ വൈ എന്താ? വൈ എന്ന് പറയുന്നത് എന്താ? ഇതങ്ങ് അപ്പുറം കൊണ്ടുപോകാം. അപ്പോൾ അതൊന്ന് കണ്ടുപിടിക്കാം. വി ഹാവ് y ഈക്വൽ ടു ഫ്രം ഇക്വേഷൻ y ഈക്വൽ ടു എന്താ? y ഈക്വൽ ടു എന്ത്? y ഈക്വൽ ടു 6 മൈനസ് എക്സ് ആണ്. y ഈക്വൽ ടു 6 മൈനസ് എക്സ് ആണ്. y ഈക്വൽ ടു 6 മൈനസ് എക്സ് ആണ്. അപ്പോൾ അവിടെ നിന്ന് ആ വില നമുക്ക് ഈ ഇക്വേഷനിൽ കൊണ്ട്, ഇതിപ്പോൾ ഇക്വേഷൻ നമ്പർ 1ഉം ഇത് ഇക്വേഷൻ നമ്പർ 2ഉം ഇത് ഇക്വേഷൻ നമ്പർ 3ഉം ആണെങ്കിൽ ഫ്രം ഇക്വേഷൻ നമ്പർ 1ൽ നിന്ന് y കണ്ടുപിടിച്ചു. y ഈക്വൽ ടു 6 മൈനസ് എക്സ്. ആ വില നമുക്ക് എന്ത് കൊടുക്കാം? ഈ 3ൽ കൊണ്ട് കൊടുക്കാം. അപ്പോൾ എന്തോരുടെ വൈയുടെ വില കൊടുക്കുമ്പോൾ എക്സ് ഇൻറ്റു 6 മൈനസ് എക്സ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 8 എന്ന് കിട്ടും. എക്സ് ഇൻറ്റു 6 മൈനസ് എക്സ് ഈക്വൽ ടു 8 എന്ന് കിട്ടും. നമുക്കൊന്ന് ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്തോടെ 6x മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 8. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ രീതിയിൽ അറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. നമുക്ക് അപ്പുറം കൊണ്ടുപോയാൽ നമുക്ക് പോസിറ്റീവ് ആക്കാൻ വേണ്ടി എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 8 ഈക്വൽ ടു 0.
ഈ രണ്ട് ടൈം കൂടെ ഞാൻ അപ്പുറം കൊണ്ടുപോയി. ഇതങ്ങ് അപ്പുറം കൊണ്ടുപോകുമ്പോൾ എക്സ് സ്ക്വയർ ആദ്യം എഴുതി, ഇത് അങ്ങ് അപ്പുറം കൊണ്ടുപോയി മൈനസ് 6x + 8 = 0. ഇത് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുക. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിൻ്റെ വില കിട്ടും. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫാക്ടറൈസേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് 8 കിട്ടണം, ആഡ് ചെയ്യുമ്പോൾ -6 കിട്ടണം. നമ്പർ ഏതൊക്കെയാണ്? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 + 8 കിട്ടണം, അല്ലെങ്കിൽ -b ± √b² - 4ac ചെയ്യാം. അല്ലാതെ നമുക്ക് ഫാക്ടറൈസേഷൻ മെത്തേഡ് അതാണ് എളുപ്പം, അതറിയാലോ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, a = 1, b = -6, c = 8 എന്ന് എഴുതിയിട്ട് എന്താണ് b² - 4ac ചെയ്യുക. പിന്നെ x = -b ± √b² - 4ac/2a അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഫാക്ടറൈസേഷൻ മെത്തേഡ് അറിയാമല്ലോ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ +8ഉം ആഡ് ചെയ്യുമ്പോൾ -4ഉം കിട്ടണം, സോറി -6ഉം കിട്ടണം. അങ്ങനത്തെ രണ്ട് നമ്പറുണ്ട്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ +8 കിട്ടണം, ആഡ് ചെയ്യുമ്പോൾ -6 കിട്ടണം. അങ്ങനെ രണ്ട് നമ്പറുകളുണ്ട്. ഏതൊക്കെയാണ്? -4ഉം -2ഉം. അവ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ -6 എന്ന് കിട്ടും, അവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് 8 എന്ന് കിട്ടും, +6. അപ്പോൾ അത് ആ നമ്പർ വെച്ച് നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതും? x - 4 × x - 2 = 0 എന്ന് എഴുതാം. ഇക്വേഷൻ സ്പ്ലിറ്റ് ചെയ്തു. അവിടെ നിന്ന് എക്സിന് രണ്ട് വില കിട്ടും, x = 4 ഓർ ഇതിനെ രണ്ട് മൾട്ടിപ്ലിക്കേഷൻ രണ്ടായിട്ട് മാറ്റി എഴുതാം. എന്താ? x - 4 = 0 ഓർ x - 2 = 0. ഇവിടെ നിന്ന് x = 4 എന്നും കിട്ടും, ഇവിടെ നിന്ന് x = എന്തെന്നും കിട്ടും? 2 എന്നും കിട്ടും. എക്സിൻ്റെ വില കിട്ടി. ഓക്കെ, കറക്റ്റാണ്. എക്സിൻ്റെ വില അത് കിട്ടി. ഇനി നമുക്ക് വൈയുടെ വില പിടിക്കാം. വൈയുടെ വില എന്ന് പറയുന്നത് എന്താ? വെൻ x = 4, y = എത്രയായിരിക്കും? വെൻ x = 4, x = 4 ആണെങ്കിൽ വൈയുടെ വില, x = 4 ആണെങ്കിൽ y = എന്തായിരിക്കും? വെൻ x = 4, y = എന്താ? 2 ആയിരിക്കും. വെൻ x = 2, y = എന്തായിരിക്കും? 4 ആയിരിക്കും. അപ്പോൾ എക്സിൻ്റെ വില എന്ന് പറയുന്നത് രണ്ട് വിലയുണ്ട്, വൈക്കും രണ്ട് വിലയുണ്ട്, ഇസഡിൻ്റെ വില എന്ന് പറയുന്നത് 0. അപ്പോൾ ഇതൊന്ന് എഴുതിയെടുക്കുക. ക്വാഡ്രാറ്റിക് ഇക്വേഷനൊക്കെ ഉപയോഗിച്ചാണ് സോൾവ് ചെയ്തത്, ചെയ്ത് പഠിക്കുക. ഓക്കെ, അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? എക്സിൻ്റെ വില എന്ന് പറയുന്നത് x 4, x = 2, z = 2. അപ്പം ഞാൻ ആൻസർ വേണമെങ്കിൽ ഇങ്ങനെ രണ്ട് ആൻസറായിട്ട് എഴുതി വയ്ക്കാം. രണ്ട് ആൻസറായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എഴുതി വയ്ക്കാം. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ചെയ്തത്? x + y = 6 എന്ന് കൊടുത്തു, പിന്നെ 5 + z = 5 എന്ന് കൊടുത്തു, xy = എന്ത് 8 എന്ന് കൊടുത്തു. അതിനുശേഷം നമ്മളുടെ ഇത് പെട്ടെന്ന് നമുക്ക് z കണ്ടുപിടിക്കാം. ഇസഡിൻ്റെ വില കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? 5 + z എന്താണ്? 5 + z = 5, which implies z = 5 - 5 = 0 എന്ന് എഴുതി. ഇനി ഇക്വേഷൻ നമ്പർ 1 നിന്ന് വൈയുടെ വില എന്ന് പറയുന്നത് എന്താ? വൈയുടെ വില എന്ന് വെച്ചാൽ x അങ്ങ് അപ്പുറം കൊണ്ടുപോകുക, y = 6 - x എന്ന് കിട്ടുക. ആ വില ഇതാ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇക്വേഷൻ നമ്പർ 3 കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ x × 6 - x = 8, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് 6x - x² = 8. ഈ രണ്ട് ടൈം കൂടെ അങ്ങ് അപ്പുറം കൊണ്ടുപോയി, കാരണം ഇത് പോസിറ്റീവ് ആക്കാൻ വേണ്ടിയാണ്. രണ്ടും കൂടെ അപ്പുറം കൊണ്ടുപോയപ്പോൾ x² - 6x + 8 = 0. ഫാക്ടറൈസേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? x - 4 × x - 2 = 0 രണ്ടാക്കി മാറ്റി എഴുതിയപ്പോൾ x - 4 = 0, x - 2 = 0. അവിടെ നിന്ന് x = 4 എന്ന് കിട്ടി, x = 2 എന്ന് കിട്ടി. x = 4 ആണെങ്കിൽ y എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഇസഡിൻ്റെ വില ഇവിടെ ഉണ്ട്. x അപ്പം അത് x = 4 ആണ് എങ്കിൽ y എന്താ? 2 ആണ്. ഇസഡിൻ്റെ വില കണ്ടുപിടിച്ചു 0. അതേപോലെ വേറൊരു ഉണ്ട്, x = 2 ആണെങ്കിൽ y എന്ന് പറയുന്നത് എന്താ? 4 ആണ്. ഇസഡിൻ്റെ വില 0. ഇത് രണ്ടും ആൻസറായിട്ട് വരാം. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ ചെയ്തു. ഇനി മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മെട്രിക്സ് x + y + z. അടുത്ത എലമെൻറ്റ് താഴെയാണ്, ഒരു കോളം മെട്രിക്സ് ആണ്, ഒറ്റ കോളം x + z,
അടുത്ത y പ്ലസ് z ഈസ് ഈക്വൽ ടു മെട്രിക്സ് 9 5 7 9 5 7 ഇതാണ് ക്വസ്റ്റ്യൻ. അവിടെ നിന്ന് നമുക്ക് എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും വില കണ്ടുപിടിക്കാം, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും എന്ത് മെട്രിക്സിന് എക്സാമ്പിളാണ്? ഇതിനെല്ലാം ഇതിൻ്റെ ഓർഡർ എത്രയാണ്? എത്ര റോ ഉണ്ട്? 3 റോ ഉണ്ട്. ഇവിടെ 3 റോ ഉണ്ട്, ഒറ്റ കോളം. അത് കോളം മെട്രിക്സ് ആണ്. ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 3/1 ഇതിൻ്റെ ഓർഡറും 3/1 കോളം മെട്രിക്സ് ആണ്. ഓക്കെ, അടുത്ത നമുക്കിതൊന്ന് ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്താ? എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു 9. എക്സ് പ്ലസ് ഇസഡ് ഈക്വൽ ടു 5. വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു 7. ഇതാണ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. ഇത് പെട്ടെന്ന് തന്നെ ചെയ്യാം. എക്സ് പ്ലസ് ഇസഡ് നോക്കുക, ഫസ്റ്റ് ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2, ഇക്വേഷൻ നമ്പർ 3. നേരത്തെ പോലെ നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഒന്നും ഫോം ചെയ്യേണ്ട, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? ഫസ്റ്റ് ഇക്വേഷൻ നോക്കണേ. ഫസ്റ്റ് ഇക്വേഷനിൽ നോക്കുക, ഫസ്റ്റ് ഇക്വേഷൻ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു 9 ആണ്. അതിൽ ആ എക്സ് അങ്ങ് മാറ്റിയാൽ ഈ വൈ പ്ലസ് ഇസഡിന് എന്ത് കൊടുക്കാടെ? ഈ വൈ പ്ലസ് ഇസഡിന് വരെ നമുക്ക് 7 കൊണ്ട് കൊടുത്തൂടെ? വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു 7 ഈക്വൽ ആണ്. അപ്പം ഈ എക്സ് പ്ലസ് ഈ വൈ പ്ലസ് ഇസഡിന് 7 കൊടുക്കാം. അപ്പം ഇവിടെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ഈ വില കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് ഈ വൈ പ്ലസ് ഇസഡിന് വരെ 7 കൊടുക്കുമ്പോൾ എന്ത്? എക്സ് പ്ലസ് 7 ഈക്വൽ ടു 9 എന്ന് കിട്ടും. അവിടെ നിന്ന് എക്സിൻ്റെ വില എന്ന് പറയുന്നത് എന്ത് കിട്ടും? എന്ത്? 9 മൈനസ് 7 ഈക്വൽ ടു 2 എന്ന് കിട്ടും. അപ്പോൾ നമുക്കത് പെട്ടെന്ന് ചെയ്യാം. ഫ്രം ഇക്വേഷൻ നമ്പർ അല്ല യൂസിങ് ഇക്വേഷൻ 3 യൂസ് ചെയ്യുക. therefore ഇക്വേഷൻ നമ്പർ 1 become എന്താ? എക്സ് പ്ലസ് 7 ഈക്വൽ ടു 9. അവിടെ നിന്ന് എക്സ് ഇസ് ഈക്വൽ ടു എന്ത്? 9 മൈനസ് 7 ഈക്വൽ ടു 2 എന്ന്. യൂസിങ് ഇക്വേഷൻ 3 ഇക്വേഷൻ നമ്പർ 1 become ഇക്വേഷൻ നമ്പർ 3 യൂസ് ചെയ്യുക. അപ്പം 1 എന്ന് പറയുന്നത് എന്താവും? എക്സ് പ്ലസ് 7 ഈക്വൽ ടു 9 എന്ന് കിട്ടും. അവിടെ നിന്ന് എക്സ് ഇസ് ഈക്വൽ ടു 7 അങ്ങ് അപ്പുറം കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സിൻ്റെ വില കിട്ടും. എക്സിൻ്റെ വില എന്ന് പറയുന്നത് 2. എക്സിൻ്റെ വില കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. എന്താണ്? എക്സിൻ്റെ വില എടുത്ത് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 കൊണ്ട് കൊടുക്കാം. അപ്പോൾ ഇസഡ് കിട്ടൂലേ? എക്സിൻ്റെ വില 2 കിട്ടിയില്ലേ? അത് ഇക്വേഷൻ നമ്പർ 2 കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 2 എക്സിൻ്റെ സ്ഥാനത്ത് 2 കൊടുക്കുമ്പോൾ എന്ത് വരും? 2 പ്ലസ് ഇസഡ് ഈക്വൽ ടു 5. ഇസഡ് ഈക്വൽ ടു എന്ത് കിട്ടും? 5 മൈനസ് 2 ഈക്വൽ ടു 3 എന്ന് കിട്ടും. ഇസഡ് ഈക്വൽ ടു 5 മൈനസ് 2 ഈക്വൽ ടു 3. ഇസഡിൻ്റെ വില 3 കിട്ടി. ഇസഡിൻ്റെ വില 3 കിട്ടിയെങ്കിൽ അത് ഇക്വേഷൻ നമ്പർ 3 കൊടുക്കുമ്പോൾ വൈയുടെ വില കിട്ടും. വൈയുടെ വില കിട്ടാൻ വേണ്ടി നമുക്ക് ഇസഡിൻ്റെ വില എടുത്ത് ഇക്വേഷൻ നമ്പർ 3 കൊടുക്കാം. അപ്പോൾ എന്തുവരും? വൈ പ്ലസ് 3 ഈക്വൽ ടു 7. അവിടെ നിന്ന് വൈ ഈക്വൽ ടു 7 മൈനസ് 3 ഈക്വൽ ടു 4. 7 മൈനസ് 3 ഈക്വൽ ടു 4. അപ്പോൾ എക്സിൻ്റെയും വില കിട്ടി, വൈയുടെയും വില കിട്ടി, ഇസഡിൻ്റെ വില കിട്ടി. എക്സിൻ്റെ വില 2 പ്ലസ് 3 എത്ര? 5 പ്ലസ് 4 9. ഓക്കെ, കറക്റ്റാണ്. അടുത്ത എക്സ് പ്ലസ് ഇസഡ് എക്സ് 2 പ്ലസ് ഇസഡ് 3 5. ഓക്കെ, അടുത്ത വൈ പ്ലസ് ഇസഡ് വൈ എത്ര? വൈ 4 ഇസഡ് 3. ഓക്കെ, കറക്റ്റാണ്. അപ്പോൾ നമ്മളെന്താ പെട്ടെന്ന് ചെയ്തു? പെട്ടെന്നാണ് ഈ വില ഇക്വേഷൻ നമ്പർ 3 വൈ പ്ലസ് ഇസഡിൻ്റെ വില ഇവിടെ കൊണ്ട് കൊടുത്തപ്പോൾ നമുക്ക് എന്ത്? എക്സ് പ്ലസ് 7 ഈക്വൽ ടു 9 എന്ന് കിട്ടി. എക്സ് പ്ലസ് 7 ഈക്വൽ ടു 9 എന്ന് എക്സ് ഈക്വൽ ടു എന്ത്? 2 എന്ന് എഴുതി. അതേപോലെ നമുക്ക് ഈ എക്സിൻ്റെ വില എടുത്തത് ഇവിടെ കൊണ്ട് കൊടുത്തു. ഇവിടെ കൊടുക്കുമ്പോൾ 2 പ്ലസ് ഇസഡ് ഈക്വൽ ടു 5. അവിടെ നിന്ന് ഇസഡ് ഈക്വൽ ടു ഇതങ്ങ് അപ്പുറം കൊണ്ടുപോകുമ്പോൾ 5 മൈനസ് 2 ഈക്വൽ ടു 3 എന്ന് കിട്ടി. ആ ഇസഡിൻ്റെ വില എടുത്ത് ഇക്വേഷൻ നമ്പർ 3 കൊടുക്കുമ്പോൾ വൈ പ്ലസ് 3 ഈക്വൽ ടു 7. വൈ ഈക്വൽ ടു 7 മൈനസ് 3 ഈക്വൽ ടു 4 എന്നും കിട്ടി. അപ്പോൾ നമ്മൾ ഫൈൻഡ് ദി വാല്യൂ ഓഫ് എക്സ് വൈ ആൻഡ് ഇസഡ് എന്ന് പറയുന്ന 6ാമത്തെ എക്സസൈസിലെ 3.1 6ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തു. ഇനി അതേപോലെ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. അപ്പോഴേക്കും നമുക്ക് എക്സസൈസിൽ ഏകദേശം എല്ലാ ക്വസ്റ്റ്യനും ഒക്കെ ആവും. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിയേ. നമ്മൾ നേരത്തെ ഹോംവർക്ക് ചെയ്ത ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി വാല്യൂ ഓഫ്
find the value of a, b, c and d from the equation. Find the value of a, b, c and d from the given equation. Find the value of a, b, c and d. Find the value of a, b, c and d from the equation. തന്നിരിക്കുന്ന ഇക്വേഷനിൽ നിന്ന് എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെയും വില കണ്ടുപിടിക്കുക. Find the value of a, b, c. Find the value of a, b, c and d from the equation. അപ്പോൾ ഞാൻ ഇക്വേഷൻ എഴുതാണ്. മാട്രിക്സ് എ മൈനസ് ബി 2a plus c to a minus b 3c plus d. നമുക്ക് സോൾവ് ചെയ്യാതെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഈക്വൽ ടു -1 5 0 30. അപ്പോൾ ഈ രണ്ട് മെട്രിക്സ് ആണ്. ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്വസ്റ്റ്യൻ എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ഫൈൻഡ് ദി വാല്യൂ ഓഫ് എക്സ്. Find the value of x അല്ല, find the value of a, b, c and d. Find the value of a, b, c and d. Find the value of a, b, c and d. Find the value of a, b, c and d from the equation. അപ്പോൾ നമുക്ക് എന്താണ് from the equation a minus b equal to എന്ത് -1 എന്ന് ഇക്വേറ്റ് ചെയ്യാം. a minus b equal to -1. നമുക്ക് എന്ത് ചെയ്യാം? a minus b equal to എന്തെന്ന് എഴുതാം? -1. a minus b equal to -1. അടുത്ത നമുക്ക് എന്ത് ചെയ്യാം? 2a plus c equal to 5. 2a plus c equal to 5 എന്ന് എഴുതാം. അടുത്ത ഇക്വേറ്റ് ചെയ്യുമ്പോൾ 2a minus b equal to 0. 2a minus b equal to 0. അടുത്ത 3c plus d equal to 13. 3c plus d equal to 13. 3c plus d equal to 13. നമുക്കിത് എന്ത് ചെയ്യാം? ഓരോന്നായിട്ട് ഇക്വേഷൻ നമ്പർ 1, ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2, ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 3, ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 4. നമുക്ക് a മൈനസ് ബി ഈക്വൽ ടു -1 എന്ന് എഴുതാം. എന്താണ് a മൈനസ് ബി ഈക്വൽ ടു -1? 2a പ്ലസ് സി ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 2a പ്ലസ് സി ഈക്വൽ ടു 5 എന്ന് എഴുതാം. 2a മൈനസ് ബി ഈക്വൽ ടു 0 എന്ന് എഴുതാം. 3c പ്ലസ് ഡി ഈക്വൽ ടു 13 എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ ഇത്രയും എഴുതിയ ശേഷം നമ്മൾ നോക്കുക, ഇത് ഇക്വേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഇക്വേഷനിൽ നിന്ന് കുറച്ച് വാല്യൂസ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസറൊക്കെ കിട്ടും. നോക്കുക, ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ മൂന്നാമത്തെ ഇക്വേഷൻ നോക്കുക. മൂന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് ഫ്രം ഇക്വേഷൻ നമ്പർ 3, ഫ്രം ഇക്വേഷൻ നമ്പർ 3യിൽ നിന്ന് നോക്കണേ. വി ഹാവ് ഈ ബി അങ്ങ് അപ്പുറം കൊണ്ടുപോയി 2a ഈക്വൽ ടു ബി എന്ന് എഴുതാം. ഫ്രം ഇക്വേഷൻ നമ്പർ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് 2a ഈക്വൽ ടു ബി, അതായത് ബി ഈക്വൽ ടു 2a എന്ന് എഴുതാം. അപ്പോൾ ഇക്വേഷൻ നമ്പർ 3 എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ഇക്വേറ്റ് ചെയ്തു? a മൈനസ് ബി ഈക്വൽ ടു -1 എന്ന് എഴുതി. 2a പ്ലസ് സി ഈക്വൽ ടു 5 എന്ന് എഴുതി. 2a മൈനസ് ബി ഈക്വൽ ടു 0, അത് ഈക്വൽ ആയിട്ട് എഴുതി. എന്നിട്ട് ഇക്വേഷൻ നമ്പർ 3യിൽ നിന്ന് നമുക്ക് എളുപ്പത്തിൽ വേണ്ടി ഇക്വേഷൻ നമ്പർ 3യിൽ നിന്നും 2a ഈക്വൽ ടു ബി എന്ന് എഴുതി. ഈ 2a ഈക്വൽ ടു ബി എന്ന് പറയുന്ന വില നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് ഇവിടുത്തെ ബിക്ക് വരും 2a എന്ന് കൊടുക്കാം. therefore ഇക്വേഷൻ നമ്പർ 1 become 2a ഈക്വൽ ടു ബി ആണെങ്കിൽ b ഈക്വൽ ടു 2b ആണല്ലോ. b ഈക്വൽ ടു 2a ആണല്ലോ. b ആദ്യം എഴുതിയല്ലേ. ഇക്വേഷൻ നമ്പർ 1 become
ഇക്വേഷൻ നമ്പർ 1 ബിക്ക് നമുക്ക് നോക്കാം. എ മൈനസ് ബിക്ക് പകരം 2a ഈസ് ഈക്വൽ ടു മൈനസ്. ഇവിടെ എന്ത് വരും? ഇത് തമ്മിൽ കുറയ്ക്കുമ്പോൾ മൈനസ് എ ഈക്വൽ ടു മൈനസ്. അപ്പുറം അപ്പുറം മൈനസ് ക്യാൻസൽ ചെയ്യുമ്പോൾ എ ഈക്വൽ ടു 1. എയുടെ വില 1 കിട്ടി. എയുടെ വില 1 കിട്ടി. അപ്പോൾ എങ്ങനെയാണ് ചെയ്തത്? ഇക്വേഷൻ നമ്പർ 3യിൽ നിന്നും ഈ ബി അങ്ങ് അപ്പുറം കൊണ്ടുപോയി. ബി അങ്ങ് അപ്പുറം കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്താ 2a ഈക്വൽ ടു ബി എന്ന് കിട്ടി. അവിടെ നിന്ന് ബി ഈക്വൽ ടു 2a. ഈ വില ബി ഈക്വൽ ടു 2a എന്ന് പറയുന്ന വില ബിയുടെ സ്ഥാനത്ത് എന്ത് ചെയ്തു? 2a കൊടുക്കാം. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1ൽ നമ്മൾ എങ്ങനെ മാറ്റി എഴുതി? എ മൈനസ് ബിക്ക് വരെ എന്ത് കൊടുത്തു? 2a ഈക്വൽ ടു -1. നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എ മൈനസ് 2 എന്ന് വെച്ചാൽ മൈനസ് എ ഈക്വൽ ടു -1. അവിടെ നിന്ന് എ ഈക്വൽ ടു മൈനസ് അപ്പുറം വെട്ടിക്കളഞ്ഞു. എ ഈക്വൽ ടു 1 എന്ന് കിട്ടി. എ ഈക്വൽ ടു 1 എന്ന് കിട്ടിയാൽ നമുക്ക് ബിയുടെ വില കണ്ടുപിടിക്കാം. എന്താ? therefore b ഈക്വൽ ടു 2a ആണ്. ബി ഈക്വൽ ടു എന്താ? 2 × 1 ഈക്വൽ ടു 2. ബിയുടെ വിലയും കിട്ടി. ബിയുടെ വില 2 കിട്ടി. ബിയുടെ വിലയും കിട്ടി. ഇനി നമുക്ക് ഇക്വേഷൻ നമ്പർ 2ൽ കൊണ്ട് കൊടുത്താൽ സിയുടെ വില കിട്ടൂലേ? എവിടെ കൊണ്ട് കൊടുത്താൽ സിയുടെ വില കിട്ടും. ഓക്കെ. therefore ഇക്വേഷൻ നമ്പർ substitute the value of a in ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 2ൽ കൊടുക്കുകയാണ്. ഇക്വേഷൻ നമ്പർ 2ൽ എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എന്ത് വരും? 2 × 1 പ്ലസ് സി ഈക്വൽ ടു 5. ദാറ്റ് ഈസ് 2 പ്ലസ് സി ഈക്വൽ ടു 5. സി ഈക്വൽ ടു 5 മൈനസ് 2 ഈക്വൽ ടു 3. 5 മൈനസ് 2 ഈക്വൽ ടു 3. അപ്പോൾ നമുക്ക് സിയുടെ വില കിട്ടി. സിയുടെ വില കിട്ടിയിട്ട് തന്നെ ഡിയുടെ വില എന്ന് പറയുന്നത് എന്ത് ചെയ്യാം? ഡിയുടെ വില നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ നമ്പർ 4ൽ സിയുടെ വില കൊടുക്കുമ്പോൾ ഡിയുടെ വില കിട്ടും. അപ്പോൾ അതോടെ കണ്ടുപിടിക്കാം. 3 × സിയുടെ വില കിട്ടി 3 പ്ലസ് ഡി ഈക്വൽ ടു 13. 9 മൾട്ടിപ്ലൈ 9 പ്ലസ് ഡി ഈക്വൽ ടു 13. ഡി ഈക്വൽ ടു 13 മൈനസ് 9. ദാറ്റ് ഈസ് ഡി ഈക്വൽ ടു 4. അപ്പോൾ എയുടെയും കിട്ടി, ബിയുടെയും കിട്ടി, സിയുടെയും കിട്ടി, ഡിയുടെയും കിട്ടി. എ ഈക്വൽ ടു 1, ബി ഈക്വൽ ടു 2, സി ഈക്വൽ ടു 3. ഇവിടെ എ ഈക്വൽ ടു 1, ബി ഈക്വൽ ടു 2, സി ഈക്വൽ ടു 3, ഡി ഈക്വൽ ടു 4. ഓക്കെ. അപ്പോൾ നമ്മൾ രണ്ട് മാട്രിക്സ് ഈക്വൽ ആണ് എങ്കിൽ വരുന്ന കണ്ടീഷൻ ഉപയോഗിച്ചുള്ളൊരു പ്രോബ്ലങ്ങളൊക്കെയാണ് ചെയ്തത്. നിങ്ങൾക്കൊരു ഹോംവർക്ക് തരാം. ആ ഹോംവർക്ക് കൂടെ ചെയ്യുക. ഫൈൻഡ് ദി വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ. Find the value of x and y. Find the value of x and y. Find the value of x and y from the following equation. Find the value of x and y from the following equation. Equation ഇതാണ് 3x plus 7 5, 3x plus 7 5, y plus 1, y plus 1, 2 minus 3x is equal to 0, y minus 2, 0, y minus 2, 8, 4. നിങ്ങൾ എന്ത് ചെയ്യുക? എക്സിൻ്റെ വൈയുടെ വില കണ്ടുപിടിക്കുക. ഓക്കെ. ഫൈൻഡ് ദി വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ ഫ്രം ദി ഫോളോയിങ് ഇക്വേഷൻ. ഇക്വേഷൻ തന്നിട്ടുണ്ട്. 3 പ്ലസ് എക്സ് 5, വൈ പ്ലസ് 1, 2 മൈനസ് 3x ഈക്വൽ ടു 0, വൈ മൈനസ് 2, 8, 4. പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾ കണ്ടുപിടിക്കുക. ഇതിൻ്റെ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ആൻസർ ഒന്നും ചെയ്യത്തില്ല. നിങ്ങൾ സ്വന്തമായിട്ടത് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് പോകും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെക്ഷൻ അവസാനിപ്പിച്ചു. എക്സസൈസ് 3.1 പ്രോബ്ലങ്ങളെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ അടുത്ത സെക്ഷനിലോട്ടാണ് ഓപ്പറേഷൻ ഓഫ് മെട്രിസസ് എന്ന് പറഞ്ഞ അടുത്ത സെക്ഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ പ്രോബ്ലങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക?
ചെയ്ത് വയ്ക്കുക. 3.1 നമ്മൾ പെൻഡിംഗ് ഒന്നും ഇട്ടിട്ടില്ല. എന്തെങ്കിലും പ്രോബ്ലം ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്യാം. ഓക്കെ.